ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇതാ വലിയ പെരുന്നാൾ വ്ലോഗാണ്. പെരുന്നാളിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ലോഗാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ചായക്ക് കടിയായിട്ട് ഇന്ന് കുയ്യപ്പായിരുന്നു കേട്ടോ. പൂച്ചിത അവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചതായിരുന്നു. അങ്ങനെ എല്ലാവരും ചായക്ക് ഇതാ തന്നെയായിരുന്നു കഴിച്ചിട്ടുള്ളത്. വേറെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കറിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. രാവിലെ തന്നെ ഫുഡിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. ബിരിയാണി, മട്ടൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ, അതുപോലെ സേമിയ പായസം, ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് വന്നിട്ട്. അങ്ങനെ കിച്ചണിൽ ഇതാ ഒരു പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും പോയി ഇതാ കുളിച്ച് ഫ്രഷായി പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു കേട്ടോ മെയിൻ പരിപാടി. എന്ന് വെച്ചാൽ ഇന്നെന്തോ കാര്യമായിട്ട് എനിക്ക് രാവിലേക്കത്തെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പപ്പൂസും ഉപ്പിത പള്ളിയിൽ പോകുന്നതും അത് പിന്നെ ഒന്നാമത് ഓനെ വിളിച്ചുണർത്തി ഓനെ ഡ്രസ്സൊക്കെ ചെയ്ത് പറഞ്ഞയച്ചപ്പോൾ അതിൽ ലേറ്റായി പോയിട്ടോ. അപ്പോൾ എടുക്കാനും പറ്റില്ലായിരുന്നു. ധൃതി പിടിച്ച് പറഞ്ഞയച്ചതായിരുന്നു ഉപ്പാൻ്റെ കൂടെ. അങ്ങനെ ആ ഒരു ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളിതാ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഇതായി നമ്മൾ നേരത്തെ തന്നെ കഴിക്കുമല്ലോ. നേരത്തെ കഴിച്ചതാ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ മഴയില്ലായിരുന്നല്ലോ വലിയ പെരുന്നാളിൻ്റെ അന്ന്. അങ്ങനെ അപ്പോൾ കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഏതെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർക്ക് എവിടെയെങ്കിലൊക്കെ പോകുന്നത് ഇഷ്ടമാണല്ലോ. അങ്ങനെ അപ്പോൾ പൂച്ചും ഞാനും മോശം പിന്നെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് നമ്മളിതാ തിരൂരുള്ളൊരു ചെറിയൊരു പാർക്കിൽ വന്ന കേട്ടോ. എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചാൽ വെറുതെ ഇറങ്ങിയതായിരുന്നു. നമ്മളെടുത്തുള്ള എവിടെയെങ്കിലൊക്കെ ആയിട്ട്. അപ്പോൾ തിരൂർ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു പാർക്കിലൊക്കെ വന്നു. ഇതാ ഫാമിലി പാർക്കായിരുന്നു കേട്ടോ. അവിടെ വന്ന് നമ്മളിതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് റൈഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഉച്ച ടൈമായിട്ടാണാവും. അങ്ങനെ ആളൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് ആളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇരിക്കാനൊക്കെ പറ്റിയതാ നല്ല തണലുള്ള ഒരുപാട് ഏരിയകളുണ്ടായിരുന്നു. ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രസമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഞാനിത് സോയാണെങ്കിൽ ഇവിടെ എത്തി പടയ ആൾ ഉറങ്ങിയേക്കിന്. അപ്പോൾ ഉള്ളത് അവിടെ ഈ ഒരു ബെഞ്ചിൽ കെടുത്തിയതായിരുന്നു. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പറ്റിയ കുറച്ച് റൈഡ്സ്, അതുപോലെ ബോട്ടിങ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിലിതാ അവരെല്ലാവരും ഒന്ന് കയറാമെന്ന് പറഞ്ഞാണ്ട് ഒരാൾക്ക് 40 രൂപ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ എല്ലാവരും കയറി വെക്കാമെന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ പോയതായിരുന്നു. കൂടുതൽ മോൾസൊക്കെ പോയിരുന്നു. ഏതായാലും കുട്ടികളെ റൈഡ്സ് അല്ലേ സിമ്പിളായിരിക്കും എന്ന് പറഞ്ഞാണ്ട് ഓള് പോയതായിരുന്നു. പോയ പോലെ അല്ലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളവസ്ഥ അങ്ങനെ ഏതായാലും ഫുള്ള് കോമഡി ആയിരുന്നു. അപ്പോൾ ഓള് പോയി വന്നതിന് ശേഷം അതാ ഞങ്ങൾ രണ്ടാളും പറഞ്ഞേക്കുന്നുണ്ടോ ഇനിയും പൂച്ചിനെയും കൂടി നല്ല രസമുണ്ട് ഏതായാലും കയറി നോക്കി ചെറിയൊരു ഇതല്ലേ റൈഡല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഞാനും പൂച്ചി കൂടി പോയതായിരുന്നു കേട്ടോ. ഏതായാലും ഓള് ഭയങ്കര സൗണ്ടും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ പോയതായിരുന്നു. കയറുമ്പോൾ എന്തായാലും അതിൻ്റെതായിട്ടുള്ളൊരിതുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് കേട്ടോ ഈ ഒരു റൈഡിൽ കയറുന്നത്. ഇതൊരു കുഞ്ഞാണ്.
എന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിലിരിക്കുമ്പോഴാണല്ലോ അതിൻ്റെതായിട്ടുള്ളതല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ വിചാരിച്ചിരുന്നു ഇതിപ്പോൾ എന്താ ഇത്ര സൗണ്ട് ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ അവസ്ഥ അറിയില്ല. അങ്ങനെ ഫുള്ള് കോമഡി ആയിരുന്നു ഏതായാലും. അങ്ങനെ നമ്മളെ റൈഡ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ജോയാണ് നിൽക്കുന്നുണ്ടാ. ജോയിനെതാ ഞാൻ കയറിയപ്പോൾ ഹൈനെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു. ആൾ നല്ല ഉറക്കലനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുത്തിയതായിരുന്നു. പിന്നെ മോൾസും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇതാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം കുറച്ച് പോപ്കോൺ അതുപോലെ പഞ്ഞിമിഠായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. കുറേ നേരം കുറച്ചൊക്കെ നേരം ഇതാ ഇവിടെ അതിനുള്ളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഇവിടുന്ന് കൊണ്ടൂരെത്തിന് ശേഷം ഇനി അവിടുന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പോകുന്നുണ്ട്. അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ കുറച്ച് നേരമൊക്കെ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് പോകുന്നതാണ്. അങ്ങനെ ഇതാ ഇവിടെ എത്തി. പിന്നെ എളാപ്പാൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ലഗേജ് സംഭവങ്ങളൊക്കെ ഇതാ വണ്ടിയിൽ വെച്ചതിന് ശേഷം ഞാൻ പോകുന്നതാണ്. വീട്ടിൽ നിന്ന് അവിടുന്ന് വിളിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഞാൻ തന്നെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. കാരണം ഒത്തിരി സാധനങ്ങളുണ്ടാവും. പിന്നെ അവിടുന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അവർക്ക് ഒന്നാമത് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഒരുപാട് ബുക്സ്, ഇതും ബാഗ്, കിറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും കേട്ടോ. ഡ്രസ്സ് അങ്ങനെയൊക്കെ യൂണിഫോം സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മാനോടൊക്കെ പറയലാണ് ഇങ്ങോട്ട് ആരും വരണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ കുണ്ടൂരിൽ നിന്ന് തെന്നൽക്കാണെങ്കിലും തെന്നലിൽ നിന്ന് കുണ്ടൂർക്കാണെങ്കിലും ഇതേപോലെ തന്നെ കേട്ടോ പോവാറുള്ളത്. അങ്ങനെ ഞാനിത് അവിടെ എത്തി. പിന്നെ അന്നത്തെ ദിവസം ഞാനങ്ങനെ വ്ലോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാത്രിയായിരുന്നു. അങ്ങനെ വൈകുന്നേരമാണ് മൂത്തമ്മ അതുപോലെ എളാമ്മ ഫാമിലി എല്ലാവരും എത്തിയിരുന്നു. കുട്ടികളൊക്കെ ഇതാ വന്ന് കയറുന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഓര് വന്നപ്പോൾ തന്നെ ഐസ്ക്രീമൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ കിച്ചണിലിരുന്നിട്ട് ഇതാ എല്ലാവരും ഫുള്ള് വർത്താനം പറിച്ചിലും ഐസ്ക്രീം കഴിക്കലും ഇതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിതാ കുറച്ച് പുറത്തുനിന്ന് എല്ലാവരും കൂടെ ആയിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാണ്ട് വല്യമ്മാൻ്റെ 4 മക്കൾ, മൂത്തമ്മ അതുപോലെ വലിയ എളാമ്മ, ചെറിയ എളാമ്മ, എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇതാ ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ ഫുള്ള് എന്തൊക്കെയാണ് ഫോട്ടോ എടുക്കുന്ന ഇടയിൽ ചിരിച്ച് വീഴുന്നുണ്ടായിരുന്നിട്ട് ഓരോരോ കോമഡി എന്തൊക്കെയാണ് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഇതാ പെരുന്നാൾ ഫോട്ടോസൊക്കെ എടുത്തെടുത്തു. അതുപോലെ എൻ്റെ ഫോട്ടോ കൂടി കൊടുക്കുന്നുണ്ട്. എൻ്റെത് പിന്നെ ഇതാ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാ ഒരു പിൻട്രസ്റ്റി ലുക്കാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഫോട്ടോ സെക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ പിന്നെ കിച്ചണിൽ ഫുഡിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. നൈറ്റിലാണ്ടോ മൂത്താപ്പ എളാപ്പാർ ഒക്കെ വരല്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിലാണ്ടോ നമ്മൾ പരിപാടി വന്നിട്ടുള്ളത്. അങ്ങനെ എന്താ പിന്നെ ഫുഡൊക്കെ ആയി. എല്ലാവരും ഇതാ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും എത്തിക്കണേ. അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ പിന്നെ കുറച്ച് നമ്മൾ പെരുന്നാളൊന്ന് കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ പടക്കം മസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ കിച്ചൻ്റെ പുറത്ത് വന്നിട്ട് പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ. കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കുഞ്ഞ് പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു.
അങ്ങനെ പെരുന്നാൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ എല്ലാവരും തിരിച്ചു പോകാൻ നിൽക്കുന്നതാണ്ടോ. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എളാപ്പയും എളാമൊക്കെ പോകുന്നത്. ഓരോരുത്തരെങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ കുണ്ടൂരത്തെ വിശേഷങ്ങളാണെങ്കിലും ഇവിടുത്തെ തെന്നലത്തെ വിശേഷങ്ങളാണെങ്കിലും ഞാനൊക്കെ പെരുന്നാളിൻ്റെ അധികമൊന്നും വ്ലോഗ് എടുത്തിട്ടില്ലായിരുന്നു, ചെറുതായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കൂടുമ്പോൾ ആ വർത്താനം പറഞ്ഞിരിക്കലും പിന്നെ മെയിനായിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനത്തെ പരിപാടി തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നത്. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.